BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് LBS വഴി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം മെയ് 14 മുതൽ ജൂൺ 4 വരെയാണ്. ഈ സമയത്തിനുള്ളിൽ ഏതെങ്കിലും കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫില്ല് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനാവശ്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഏതെല്ലാം ഫോമാറ്റിലാണ് വേണ്ടത്, റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ വാലിഡിറ്റി പീരീഡ്, അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ഏത് പർപ്പസസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കോളേജസ് ഏതൊക്കെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. LBSൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് ഉള്ള എല്ലാ വീഡിയോസും ഇതിനു മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അല്ലെങ്കിൽ LBSൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്ത് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. അതിലും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതൽ കെയർഫുള്ളായിട്ട് വായിക്കണം, കാരണം അത് വളരെ ഡീറ്റെയിൽസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഫോമാറ്റും പ്രോസ്പെക്ടസിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോമാറ്റ് അനുസരിച്ചായിരിക്കണം നിങ്ങൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ വാങ്ങേണ്ടതും അപ്ലോഡ് ചെയ്യേണ്ടതും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. BSc നഴ്സിങ്ങിനോടൊപ്പം മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളും കൺസിഡർ ചെയ്യണം. പാരാമെഡിക്കൽ കോഴ്സിൽ ഏതെങ്കിലും ചേരാൻ ആഗ്രഹമുള്ളവർ അത് തന്നെ കൺസിഡർ ചെയ്യുക. BSc നഴ്സിങ്ങിന് പഴയതുപോലെയുള്ളൊരു ഡിമാൻഡ് ഇപ്പം ഇല്ല എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വർഷം പഠിച്ചിറങ്ങിയ പിള്ളേർക്കൊന്നും ഒരിടത്തും ജോലി കിട്ടിയിട്ടില്ല. കേരളത്തിന് പുറത്തും ജോലി കിട്ടിയിട്ടില്ല. ഓരോ വർഷം കഴിയും തോറും BSc നഴ്സിങ്ങിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരും. കാരണം നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞ് പുറത്തു പോകാൻ സാധിക്കാതെ ജോലി കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ വീഡിയോയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. LBS, പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ഇങ്ങോട്ടെല്ലാം ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് LBSലും പ്രൈവറ്റ് മാനേജ്മെൻറ്റിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും CBSE, ICSI സിലബസിൽ പഠിച്ചവർ എങ്ങനെയാണ് പ്രോപ്പറായി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. LBS വഴി BSc നഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം കാണാം. ഇതിൽ LBS വഴി സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ് സിലബസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 120ലാണ് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് ഫസ്റ്റ് ആഡ് ചെയ്യണം. ഫിസിക്സിനിപ്പോൾ 116 പ്ലസ് കെമിസ്ട്രിക്ക് ഒരു 115, ബയോളജിക്ക് ഒരു 114. ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 345. ഈ 345നെ 300ലേക്ക് ആക്കണം. 300ലാണ് ഇൻഡെക്സ് മാർക്ക് LBSന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ 300ലേക്ക് ആക്കാൻ ഇതിന് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ മാർക്ക് 120 ആയിരുന്നു. ഇതിൻ്റെ ടോട്ടൽ മാർക്ക് ഇങ്ങനെ 120 പ്ലസ് 120 പ്ലസ് 120 360 വരും. അതായത് സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് 145 ആണെങ്കിൽ അതിന് ടോട്ടൽ മാർക്ക് 360 360 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 0.958 കിട്ടും. ഈ 0.958 ആകുമ്പോൾ അതിൽ നിന്ന് 0.96 ആക്കുക. ഇതിനെ 300ൽ ഇൻറ്റു ചെയ്യുക. 300ൽ ഇൻറ്റു ചെയ്യുന്നതിന് വേണ്ടി 0.96 ഇൻറ്റു 300, കാരണം നമുക്ക് 300ലേക്കാണ് ആക്കേണ്ടത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആൻസർ 288 കിട്ടും. അതായത് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഈ 116, 114, 115 ഇത്ര മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രിക്ക്, ബയോളജിക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക് 288. ഈ 288 നിങ്ങൾ ഇൻഡെക്സ് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുകയും LBSന് അപ്ലൈ ചെയ്യുമ്പോൾ എൻറ്റർ ചെയ്യുകയും ചെയ്യേണ്ടത്. അത് CBSE, ICSE സിലബസ് ആണെങ്കിൽ LBS വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 100ലാണ്. അതായത് 100 പ്ലസ് 100 പ്ലസ് 100 ദാറ്റ് മീൻസ് ടോട്ടൽ 300ലാണ് വരുന്നത്. ഇതിനെ നമ്മൾ 300ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് മാത്രം ആഡ് ചെയ്യുക. സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഫിസിക്സിനൊരു 94 ആണ്,
കെമിസ്ട്രിക്ക് 90 ആണ്, ബയോളജിക്ക് 95 ആണ്. ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക് 279 ആണ്. ഇത് 279 ഇതുപോലെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് കേരള സിലബസ് ആണ്, അതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുക. CBSE ICSE സിലബസ് ആണെങ്കിൽ ഓൾറെഡി 300-ലായതുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കുള്ള മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് CBSE ICSE LBSനുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ. അടുത്തത് PNC മാറ്റിൽ ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ് ആണ് വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ്. ഇതിൽ ഫിസിക്സിനും കെമിസ്ട്രി, ബയോളജി ടോട്ടൽ 360 വരും. കാരണം 120-ലാണ്. അതിനോടുകൂടി ഇംഗ്ലീഷ് 100-ലാണ്. അങ്ങനെയാണ് 460 വരുന്നത്. ഇതിൽ എത്രയാണോ സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക്, അതായത് ഫിസിക്സിന് ഒരു 110, കെമിസ്ട്രിക്ക് 112 ആൻഡ് ബയോളജി 116. ഇതിനോടുകൂടി ഇംഗ്ലീഷ് ആഡ് ചെയ്യുക. ഇംഗ്ലീഷിന് ഒരു 95. ഇതിൻ്റെ ടോട്ടൽ വരുന്നത് എത്രയാണോ അതാണ് ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക് 433 ആണ്. സോ PNC മാറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഇത് 433 എന്ന് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് PNC മാറ്റിൽ തന്നെ CBSE ICSE സിലബസിലുള്ളവർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ്. ഇത് എല്ലാത്തിലും 100-ലാണ്. അതായത് 96 ഫിസിക്സിനാണ്, കെമിസ്ട്രിക്ക് ഒരു 92, ബയോളജിക്ക് ഒരു 94, ഇംഗ്ലീഷിന് ഒരു 98. ഈ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 380 ആണ്. സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് അത് 460 ആയിരുന്നു, ഇവർക്ക് 380 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ 10% നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 10% ഓഫ് 380. 380-ൻ്റെ 10% 38 ആണ്. സോ 380 പ്ലസ് 38 ഇതാണ് ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത്. 418 ഇവരുടെ ഇൻഡെക്സ് മാർക്ക്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക്, അതായത് AM, CSF and CKയിൽ ഓൺലൈൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ, സ്റ്റേറ്റ് സിലബസ് നമുക്ക് ഓൾറെഡി അറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ആണ് വേണ്ടത്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 120-ലാണ് വരുന്നത്, ഇംഗ്ലീഷ് 100-ലാണ് വരുന്നത്. ഇത് ടോട്ടൽ 460 വരും. ഇതിനെ ആദ്യം ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം 120-നെ 100-ലേക്കാക്കി കൺവേർട്ട് ചെയ്യണം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഫിസിക്സിന് 116, കെമിസ്ട്രിക്ക് 112 ആൻഡ് ബയോളജിക്ക് 115. ഇനി ഇംഗ്ലീഷ് 100-ൽ തന്നെയാണ്. ഇംഗ്ലീഷിന് ഒരു 96 ആഡ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാർക്കിനെ നമ്മൾ 100-ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫിസിക്സിന് ഇവിടെ 116 അതിനെ 100-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 116 ഡിവൈഡഡ് ബൈ 120-ലാണ് ഇൻറ്റു 100. ആൻസർ 96 എന്ന് കിട്ടും. അടുത്തത് കെമിസ്ട്രിയുടെയാണ്. 112 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. ഇതിന് 93 എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് 115 ആണ്. 115 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. ഇതിന് ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത് 95.8 ആണ്. 95.8 ആണെങ്കിൽ 96 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഈ മാർക്കിനെ എല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ 96 പ്ലസ് 93 പ്ലസ് 96 പ്ലസ് ഇംഗ്ലീഷിന് ഒരു 96 കൊടുക്കാം. ഇതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 381 കിട്ടും. 381. ഇതാണ് ഇൻഡെക്സ് മാർക്കായിട്ട് സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു സ്റ്റുഡൻറ്റ്. സ്റ്റേറ്റ് സിലബസിലുള്ളത് 381 ആണ് ഇൻഡെക്സ് മാർക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി CBSE ICSE സിലബസ് ആണെങ്കിൽ ഇവർക്ക് ഓൾറെഡി ഇത് 100-ൽ തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതായത് ടോട്ടൽ മാർക്ക് ഫിസിക്സിന് 96, കെമിസ്ട്രിക്ക് 93, ബയോളജിക്ക് 96,
ഇംഗ്ലീഷിന് 96. ഈ സ്റ്റുഡൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 381 കിട്ടും. ഈ 381 ഇൻഡെക്സ് മാർക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇൻഡെക്സ് മാർക്ക് LBS വഴി അപ്ലൈ ചെയ്യാനും പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വഴി അപ്ലൈ ചെയ്യാനും ഇൻഡെക്സ് മാർക്ക് സ്റ്റേറ്റ് സിലബസ് CBSE ICSE സിലബസിലുള്ളവരും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഇതനുസരിച്ച് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതോടൊപ്പം LBSൽ അപ്ലൈ ചെയ്യുമ്പം എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൺസ് റിജക്റ്റ് ആയാൽ അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും.